ഹലോ എൻ്റെ പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് മല്ലു നെക്സ്റ്റ് ഡോർ. അപ്പോൾ എന്തുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നോമ്പാണല്ലേ, റമദാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഇവിടെ 3-ാമത്തെ ദിവസമായി. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. റമദാൻ മന്ത് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പുറത്തുള്ള പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം മനസ്സും ശരീരവും ശുദ്ധമായിട്ടിരിക്കുക, അതുപോലെ ഒത്തിരി വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, മറ്റു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ത്യജിച്ചിട്ട് ഒരു വളരെ വിശുദ്ധിയോടുകൂടി കാണുന്ന ഒരു മന്താണിതല്ലേ. ഫുഡ് കഴിക്കാണ്ട് വെറുതെ പട്ടിണി ഇരിക്കുന്ന ഒരു സമയം പകലും, അതുപോലെ തന്നെ ഒത്തിരി ഫുഡ് അടിക്കുന്ന ഒരു സമയമായിട്ട് രാത്രി. നോമ്പ് തുറക്കുക എന്ന് പറയുന്നത് ഫുഡ് അടിക്കാനുള്ള ഒരു തുടക്കമായിട്ട് കണ്ട് അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നോമ്പ് തുറന്ന ഉടനെ ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ്, സമോസ, കട്ട്ലറ്റ്, അങ്ങനെ പല ഐറ്റംസ് കഴിക്കുക. അതുപോലെ തന്നെ നോമ്പ് തുറന്ന ഉടനെ കഞ്ഞി തന്നെ പലതരം, തരിക്കഞ്ഞി, അതുപോലെ തന്നെ മസാല കഞ്ഞി, ബിരിയാണി കഞ്ഞി, അങ്ങനെ ഒത്തിരി ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് തറാവീഹ് നിസ്കരിക്കാൻ പോയിട്ട് വരുമ്പോൾ അടുത്തെന്താ ബിരിയാണി, പൊറോട്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക. വെളുപ്പിന് ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള അരി ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഡയബറ്റിസ് കൂടാനും, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ജേണിയിലായിട്ടുള്ളവരുടെ വെയിറ്റ് ഒക്കെ കൂടാനും ഉള്ള ഒരു ചാൻസ് ഈ മാസം നമുക്കുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ഹെൽത്തി ആയ രീതിയിൽ നമ്മൾ നോമ്പിൻ്റെ ആ ഒരു വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് തന്നെ ശരീരത്തിനെ അതുപോലെ എങ്ങനെ കാത്തു സൂക്ഷിച്ച് ഈ ഒരു മാസം കൊണ്ടുപോകാന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നോമ്പ് പിടിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനായിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം ഒരു 3 ദിവസത്തേക്കുള്ള ഒരു ഡയറ്റ് പ്ലാനും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ആഡഡ് ഷുഗർ മാക്സിമം ഒഴിവാക്കുക. പാടെ തന്നെ ഒഴിവാക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇപ്പോൾ നോമ്പ് തുറക്കാൻ നേരത്ത് ഒത്തിരി ഷുഗറി ആയിട്ടുള്ള ജ്യൂസ് ആയിരിക്കും നമ്മൾ കഴിക്കുക. ഇപ്പോൾ ടാങ്ക് ആയാലും അതുപോലെ തന്നെ ക്യാൻഡ് ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്, ഫ്രൂട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒത്തിരി ഷുഗറും ചേർത്തിട്ട് അടിച്ചായിരിക്കും നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഒഴിവാക്കിയിട്ട് മാക്സിമം നമ്മൾ ഒരു ചൂടുവെള്ളവും ഡേറ്റ്സും കഴിച്ച് നോമ്പ് തുറക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജ്യൂസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട് എടുത്തിട്ട് അത് ജ്യൂസ് അടിച്ച്, അതും കുറച്ച് എമൗണ്ട് മാത്രം എടുക്കുക. ഒരുപാട് ഫ്രൂട്ട് എടുത്തിട്ട് ജ്യൂസ് അടിക്കരുത്. മിനിമം എമൗണ്ടിൽ മാത്രം എടുത്ത് ഫ്രഷ് ജ്യൂസ് ആയിട്ട് അടിച്ചിട്ട് ഷുഗർ ചേർക്കാണ്ട് കഴിക്കുക. നോമ്പിലുടനീളം നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക. നമ്മൾ വിചാരിക്കുന്നതിലും അധികം ഷുഗറാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സിൽ അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഡയറ്റ് ഡ്രിങ്ക്സ് ഉണ്ട്, എന്നിരുന്നാൽ തന്നെയും മാക്സിമം അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കുന്നതിനേക്കാളും ഫ്രഷ് ഫ്രൂട്ട് ആയിട്ട് തന്നെ കഴിക്കുക. അതും ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക. അത് ഇപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ തന്നെ പഴം, അതുപോലെ തന്നെ നേന്ത്രപ്പഴം, പിന്നെ മാംഗോ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒത്തിരി കാർബ്സ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. അത് അവോയ്ഡ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഇപ്പോൾ വാട്ടർ മെലൻ, അതുപോലെ തന്നെ മെലൻ വർഗത്തിൽപ്പെടുന്ന ബാക്കി ഫ്രൂട്ട്സ്, ആപ്പിൾ, അതുപോലെ ഗ്രേപ്സ് ഒക്കെ കഴിക്കാം. ബെറീസ് ഒക്കെ അവൈലബിൾ ആണ് നിൽക്കുന്നുണ്ടെങ്കിൽ ബെറീസും വളരെ നല്ല ഓപ്ഷനാണ് ഈ ഒരു സമയത്ത് കഴിക്കാനായിട്ട്, നോമ്പ് തുറന്ന ഉടനെ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നോമ്പ് പിടിച്ചിരിക്കുമ്പോൾ പകൽ മൊത്തം നമ്മുടെ വയറ്റിൽ അസിഡിറ്റി ഉണ്ടായിരിക്കും. ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഓറഞ്ച്, അതുപോലെ നാരങ്ങ വർഗത്തിൽപ്പെട്ട അങ്ങനത്തെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ ആ ഒരു ടൈമിൽ നിങ്ങൾ ഒഴിവാക്കുക. പൈനാപ്പിൾ അതുപോലെ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഇതെല്ലാം അസിഡിറ്റി ഒന്നും കൂടെ കൂട്ടി നമുക്ക് ബ്ലോട്ടിങ്ങും അതുപോലെ തന്നെ ഒത്തിരി ഏമ്പക്കം വരാനും നെഞ്ചെരിച്ചിലും ഒക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ ഇട്ട് ഒരു പാത്രം നിറയിട്ട് കഴിക്കാതിരിക്കുക. മാക്സിമം ഒരു 2 ഫ്രൂട്ട് ഓപ്ഷൻസിൽ നിങ്ങൾ നിർത്തുക. ഇപ്പോൾ പേരയ്ക്ക, ആപ്പിൾ, അല്ലെങ്കിൽ ഗ്രേപ്സ്, കിവി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾ ഒരു 2 ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, ഫ്രൈഡ് ഐറ്റംസ് പാടെ നിർത്തുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് എന്തും നമുക്ക് കഴിക്കാം, പക്ഷെ അതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലും ലിമിറ്റഡ് എമൗണ്ടിലും കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ നോമ്പ് തുറക്കുമ്പോൾ മാഗസീൻസിലും യൂട്യൂബിലും ബാക്കി സോഷ്യൽ മീഡിയസിലും ഒക്കെ നോമ്പ് തുറക്കുമ്പോൾ ഉള്ള പലഹാരങ്ങളുടെ ഒരു ചാകരയാണല്ലേ റെസിപ്പീസിൻ്റെ. പക്ഷേ നോമ്പ് തുറന്ന ഉടനെ ഇത്തരം എണ്ണയുള്ള പലഹാരങ്ങൾ അകത്ത് പോകുന്നത് ശരീരത്തിന് തീരെ നല്ലതല്ല. പ്രത്യേകിച്ച് നിങ്ങൾ വെയിറ്റ് ലോസ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതൊട്ടും തന്നെ ഹെൽപ്പ് ചെയ്യത്തില്ല. സോ ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഉള്ള സമോസ, പിന്നെ കട്ട്ലറ്റ്, പഴംപൊരി, ഈ വക സാധനങ്ങളൊക്കെയും നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക, അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ആയിട്ട് അത് ഒന്ന് ചുരുക്കുക. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യുക. അതും എന്നും യൂസ് ചെയ്യരുത്, ഒരു വീക്ക്ലി വൺസ് ഓർ ട്വൈസ് മാത്രം ലിമിറ്റഡ് ആയിട്ട് അത് യൂസ് ചെയ്യുക. ഇനി നാലാമത്തെ കാര്യം, ഫാറ്റി ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ്.
ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരം മാക്സിമം റെസ്റ്റ് എടുത്തിരിക്കുകയായിരിക്കും പകല് മൊത്തവും. അതിൻ്റെ ഇടയ്ക്കൂടെ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ഫാറ്റി ഫുഡ് എല്ലാം കൂടെ രാത്രി അങ്ങോട്ട് കഴിച്ച് ശരീരത്തിന് ഒത്തിരി ഓവർലോഡ് ആക്കുക. അതുമല്ല, നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അധിക സമയം ഒത്തിരി ആക്ടിവിറ്റീസിൽ ഒന്നും ഏർപ്പെടുന്നില്ല. ഫുഡ് കഴിച്ചിട്ട് നേരെ ബെഡിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് എണീക്കുന്നു, ഇടയ്ക്ക് പിന്നെയും കഴിക്കുന്നു, പിന്നെയും നമ്മൾ ഉറങ്ങാറാണ് പതിവല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാറ്റി ഫുഡ് മാക്സിമം ഒഴിവാക്കുക. അതായത് ഇപ്പോൾ നമ്മൾ സന്ധ്യയ്ക്ക് ഇപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകുന്നു, തറാവി നിസ്കരിക്കുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന് മിക്കവാറും കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ബിരിയാണി, കപ്സ, ഷവർമ, അതുപോലെ തന്നെ ഷവർമ വിത്ത് ഒത്തിരി ഫാറ്റി ആയിട്ടുള്ള സോസസ് ചേർത്തിട്ടുള്ളത്, പിന്നെ പൊറോട്ട, ചിക്കൻ ഫ്രൈ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കോംബോ ആയിട്ട് നമ്മൾ കഴിക്കുക. ആ ഒരു ഇത് ഒഴിവാക്കിയിട്ട് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രിൽഡ് ആയിട്ടുള്ള മീറ്റ്, അതുപോലെ തന്നെ കുറച്ച് റൈസ്, ബ്രൗൺ റൈസ് എന്തെങ്കിലും കഴിക്കുക. അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് വെച്ചിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അങ്ങോട്ട് ശരീരത്തിന് ഓവർലോഡായിട്ട് തോന്നുകയില്ല. നമ്മുടെ മസിൽ മാസ് ഒന്നും ലൂസ് ആവാണ്ട് നമ്മുടെ ബോഡി ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോൾട്ടി ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ്. സോൾട്ടി ഫുഡ് ഇപ്പം നമ്മൾ കഴിക്കുമ്പോൾ അച്ചാറ് അല്ലെങ്കിൽ പപ്പടം, ഇങ്ങനെ ഒത്തിരി സോൾട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം സോൾട്ട് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക. കാരണം അത് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിന് ഒരുപാട് വലിച്ചെടുക്കുകയും നമ്മൾ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആയി പോവുകയും ചെയ്യും. അതുപോലെ ഈ അച്ചാറ്, പപ്പടം എന്നൊക്കെ പറയുന്നത് അതിനകത്ത് സോൾട്ട് മാത്രമല്ല ഓയിൽ ആൻഡ് സോൾട്ടിൻ്റെ ഒരു മിക്സ്ചർ ആണല്ലേ. അപ്പോൾ ഒത്തിരി സ്പൈസ്, സോൾട്ട്, അതുപോലെ തന്നെ ഓയിൽ, ഇതൊക്കെയും ഒഴിവാക്കുക. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ഈ വെളുപ്പിന് കഴിക്കുക, സുഹൂറിന് കഴിക്കുന്നത് ഒഴിവാക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും ഈ ഇത്രയും ഹെവി ഫുഡൊക്കെ കഴിച്ച് ചിലപ്പോൾ ബെഡിൽ പോകുന്നവർ വെളുപ്പാൻ കാലത്ത് എണീക്കാൻ മടി പിടിച്ച് കിടന്ന് ഉറങ്ങും. അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ആ ഒരു ലാസ്റ്റ് കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് പിന്നെയും നമ്മുടെ ത്രൂ ഔട്ട് ദ ഡേയിൽ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ഒത്തിരി ഹെവി അല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് ആ ഒരു ദിവസത്തിന് വേണ്ട ഒരു എനർജി റിസർവ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സുഹൂറിന് കഴിക്കുന്ന സമയത്ത് അരി ആഹാരം അല്ലെങ്കിൽ ഫെർമെന്റഡ് ആയിട്ടുള്ള അരി ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഈ ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ദോശ, അപ്പം, അങ്ങനത്തെ തിന്നായിട്ടുള്ള പത്തിരി പോലുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദഹിക്കുകയും നമുക്ക് പെട്ടെന്ന് വിശപ്പ് വരികയും ചെയ്യും. അതുകൊണ്ട് അത് മാത്രമല്ല, പുളിച്ച് തികട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ ഈസ്റ്റൊക്കെ അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ. അപ്പം അങ്ങനത്തെ ഫുഡ് ഒഴിവാക്കുക. പകരം ആവിയിൽ പുഴുങ്ങിയ ഫുഡൊക്കെയും കഴിക്കാം നമുക്ക്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. നോമ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മാക്സിമം ഒരു 1.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കുക. ഇപ്പോൾ നോമ്പ് തുറന്ന് നമ്മൾ ബെഡിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു 750 ml വെള്ളം കുടിക്കാം നമുക്ക്. അല്ലെങ്കിൽ ഒരു 1 ലിറ്റർ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും കുടിക്കുക. അത് കഴിഞ്ഞിട്ട് വെളുപ്പിന് എണീക്കുമ്പോൾ എണീറ്റ് ഉടനെ കുറച്ച് വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിക്കുക. അങ്ങനെയായിട്ട് നമ്മൾ ആ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള വെള്ളം 1.5 അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ പകല് നിങ്ങൾ ഒത്തിരി ടയർഡായി പോകും. നിങ്ങൾ വാട്ടർ ബോഡിയിൽ നിന്ന് ഒത്തിരി വാട്ടർ അബ്സോർബായി, ഇപ്പോൾ എസ്പെഷ്യലി ചൂടൊക്കെയുള്ള കൺട്രീസിലാണ് നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ വിയർത്തിട്ട് നമ്മൾ ഒത്തിരി അങ്ങ് ടയർഡായി പോകും. ഇപ്പോൾ അഡിക്വേറ്റ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ ആ ഒരു ഒത്തിരി അങ്ങോട്ട് ടയർഡ് ആവുന്ന ഒരു ഫീല് കുറച്ചൊന്നും ഒഴിവാക്കി കിട്ടും. ഹൈഡ്രേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ടീ ആൻഡ് കോഫി ഒക്കെയും ഈ ഒരു സമയത്ത് മാക്സിമം കുറയ്ക്കുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ടീയും കോഫിയും എപ്പോഴും ശരീരത്തിനെ ഒന്നും കൂടി ഡീഹൈഡ്രേറ്റ് ആക്കുകയും വാട്ടർ ലോസ് ഉണ്ടാക്കുകയും ചെയ്യും. നേരത്തെ സോൾട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ടീയും കോഫിയും. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരുപാട് അണ്ടർലൈങ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഡയബറ്റിസിന് ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉള്ള ആളാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തോതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങളുടെ ആഹാരത്തിൽ ക്രമീകരണം വരുത്താം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും റംദാനും മുന്നേ നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യുക. ഇപ്പോൾ ടാബ്ലറ്റ് ഒക്കെ കഴിക്കാനുണ്ടാവും, അതെങ്ങനെയെന്നൊക്കെ ഉള്ളതൊന്ന് ചിട്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ നോമ്പെടുക്കാൻ തുടങ്ങുക. ഇനി വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വർഷം മൊത്തവും നിങ്ങൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ട് നോമ്പെടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ വർക്കൗട്ട് ഒന്നും നിർത്തരുത്. പിന്നെ ഇപ്പൊ തന്നെ നമുക്കറിയാം ന്യൂ ഇയർ കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് റെസൊല്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടാവും. ഉടനെ തന്നെ മാർച്ചിൽ നോമ്പ് വന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഇപ്പോൾ ഇത് വെച്ചിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്യോ പോസ് ചെയ്യോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് നമുക്കൊരു 30 മിനിറ്റ്സ് ഒന്ന് നടക്കാം. കുറച്ച് സ്റ്റെപ്സ് അങ്ങനെ നമുക്ക് കാലറി സ്റ്റെപ്സ് എടുത്ത് കാലറി ബേൺ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ
ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒന്നും ചെയ്യണമെന്നില്ല. പകരം നിങ്ങൾക്ക് ഹോമിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുക. ഒരു 20 to 30 മിനിറ്റ്സ് ഒക്കെ ചെയ്താൽ മതി. ബോഡിക്ക് ഒരുപാട് ഓവർ സ്ട്രെയിൻ കൊടുക്കണ്ട. ഈ വർക്കൗട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞ് ഫുഡ് കഴിച്ച് തറാവിക്ക് പോകുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെളുപ്പിന് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് സുഹൂറിന് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഇപ്പോൾ നമ്മളൊന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് രാവിലെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഈ വർക്കൗട്ട് നിങ്ങളുടെ ഒരു ജീവിത രീതിക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് സമയം കണ്ടെത്തി അത് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും അത് മുടക്കാതിരിക്കുക. അപ്പോൾ നമുക്കിനി ഒരു റമദാന് ചെയ്യാൻ പറ്റിയ ഒരു ഡയറ്റ് പ്ലാനിലേക്ക് നോക്കാം. ഒരു 3 ദിവസത്തെ ഡയറ്റ് പ്ലാൻ ആണ് ഞാനിവിടെ ചിട്ടപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേ 1 നമ്മൾ നോമ്പ് തുറക്കാൻ പോവാണ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡീറ്റോക്സ് വാട്ടറിൽ തുടങ്ങാം, ഒരു ഇളം ചൂട് വെള്ളത്തിൽ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമുക്ക് ഡീറ്റോക്സ് വാട്ടർ ആയിട്ട് അജ്വൈനും സിന്നമണും ചേർത്തിട്ടുള്ള വെള്ളം യൂസ് ചെയ്യാം. അജ്വൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ചെറിയ ജീരകം ഉണ്ടല്ലോ, ഒരു ചെറിയ മണത്തോടു കൂടിയുള്ള, അത് ബ്ലോട്ടിങ്ങിന് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ സിന്നമൺ ഫാറ്റ് അലിയിച്ച് കളയുന്നതിനും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഡീറ്റോക്സ് വാട്ടർ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് 2 ഡേറ്റ്സ് കഴിക്കാം. ഡ്രൈ ഡേറ്റ്സ് ആണ് നല്ലത്. അപ്പോൾ 2 ഡേറ്റ്സ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ഫിസ്റ്റ് ഇത്രയും പോകുന്ന അളവിൽ നമുക്ക് നട്ട്സ് കഴിക്കാം. പിന്നെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ 2 ഫ്രൂട്ട് ഓപ്ഷൻസ് കഴിക്കാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേയിൽ വാട്ടർമെലൺ കഴിക്കാം. അപ്പോൾ നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് കഞ്ഞിക്ക് പകരമായിട്ട് ഒരു വെജിറ്റബിൾ സൂപ്പ് കഴിക്കാം. ഇപ്പോൾ വെജിറ്റബിൾ സൂപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്യാബേജ്, ക്യാരറ്റ് അങ്ങനെ അതെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു സൂപ്പ് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റാഗി ഓട്സ് രണ്ടായാലും ശരി തന്നെ. ഇപ്പോൾ നമുക്ക് കുറച്ചത് പൊടിയായിട്ട് എടുത്തിട്ട് അതിനകത്ത് ഇതുപോലെ ഈ വെജിറ്റബിൾസും ചേർത്തിട്ട് അതിന് ഒരു സൂപ്പാക്കി കുറച്ച് ഉപ്പും ചേർത്ത് കഴിക്കാം. ഒത്തിരി അങ്ങോട്ട് സ്പൈസി ആക്കി അതിനെ ഉണ്ടാക്കരുത്. കാരണം നമുക്ക് പെട്ടെന്ന് ഈ ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ട് അത് കഴിക്കുമ്പോൾ ഒത്തിരി ബ്ലോട്ടിങ് ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സൂപ്പ് കഴിക്കാം. സൂപ്പിന്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബൗളിൽ കഴിക്കുക. അടുത്ത നിങ്ങൾ ഇത്രയും കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ നിസ്കരിക്കാൻ പോകും. അത് കഴിഞ്ഞ് നിങ്ങൾ നമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗ്രിൽ ചിക്കൻ ഒരു 200 ഗ്രാം കഴിക്കാം. അത് ഗ്രിൽ ചിക്കൻ ആയിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറി വെച്ചിട്ടും കഴിക്കാം. ഒത്തിരി മസാല ചേർക്കാണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള കറി വെച്ചിട്ടും കഴിക്കാം. അത് പ്ലസ് ഒരു സാലഡും കൂടി സൈഡിൽ കൊടുക്കുക. മാക്സിമം വെജിറ്റബിൾസ് കഴിക്കാൻ നോക്കുക. അപ്പോൾ ഒരു സവാളയും തക്കാളി, ക്യൂക്കമ്പർ ഒക്കെ അരിഞ്ഞിട്ടിട്ട് ഉള്ള ഒരു സാലഡ്, ലെറ്റസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ടുള്ള ഒരു സാലഡ്, അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ മുളപ്പിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒരു സാലഡ് ഒരു ബൗളിൽ കഴിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി കഴിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ തറാവി നമസ്കരിക്കാൻ പോകും. നിങ്ങൾ പ്രോട്ടീൻ ഡ്രിങ്ക് എടുക്കുന്ന ആളാണ്, നിങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് ടൈമിലും വർക്കൗട്ട് നന്നായിട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തറാവി നിസ്കരിച്ചിട്ട് വരുന്ന ടൈമിൽ പ്രോട്ടീൻ ഡ്രിങ്ക് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 ഹോൾ എഗ്ഗും 3 എഗ് വൈറ്റും ചേർത്തിട്ട് നിങ്ങൾക്ക് പുഴുങ്ങിയോ അല്ലെങ്കിൽ ചിക്കി എന്തെങ്കിലും എഗ് ബുർജി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും വളരെ മിനിമം ഓയിലിൽ ഉണ്ടാക്കിയെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പുഴുങ്ങി കഴിക്കാം. അതിന്റെ കൂട്ടത്തിലും എന്തെങ്കിലും കുറച്ച് വെജിറ്റബിൾ കഴിക്കാം. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ഒരു ക്രേവിംഗ് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഗ്രീക്ക് യോഗട്ട്, ലോ ഫാറ്റുള്ള ഗ്രീക്ക് യോഗട്ട്, അതിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ലോ ഫാറ്റുള്ള തൈരിൽ ചിയാ സീഡ് കുതിർത്തിയതും ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അളവിൽ ഹണി ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് കഴിക്കുക. ഇനിയിപ്പോൾ ഇതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യോഗട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നോമ്പ് ടൈമിൽ. കാരണം അസിഡിറ്റീനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ യോഗട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ യോഗട്ടിനെ നിങ്ങൾക്ക് സാലഡ് ഡ്രസ്സിംഗ് ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്ത് കഴിക്കാം. അടുത്ത സുഹൂറിനായിട്ട് നമുക്ക് 2 റാഗി ദോശ കഴിക്കാം. റാഗി വെച്ചിട്ട് ഉണ്ടാക്കിയ 2 ദോശയും കടലക്കറി ഒരു ബൗളിൽ കുറച്ച് കഴിക്കാം. ഇതിന്റെ കൂട്ടത്തിൽ 2 എഗ് വൈറ്റും കൂടി കഴിക്കാം. രണ്ടാമത്തെ ഡേയിൽ നമ്മൾ ഡീറ്റോക്സ് വാട്ടർ ആയിട്ട് എടുക്കുന്നത് ജിഞ്ചറും ട്യൂമറിക്കും ചേർന്നിട്ടുള്ള വെള്ളമാണ്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് 2 ഡേറ്റ്സ് കഴിക്കാം. അതുപോലെ പേരയ്ക്ക അല്ലെങ്കിൽ ഗ്രേപ്സ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചെറിയ എമൗണ്ടിൽ കഴിക്കാം. ഈ ദിവസം നമ്മൾ നട്ട്സ് ഒഴിവാക്കുകയാണ്. കാരണം നമ്മൾ ഈ നട്ട്സ് വെളുപ്പിന് കഴിക്കാൻ വേണ്ടി സേവ് ചെയ്ത് വയ്ക്കുവാണ്. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നമസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ കഞ്ഞിക്ക് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞതിലുള്ള ഇതായത് റാഗി അല്ലെങ്കിൽ വെജിറ്റബിൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഓട്സിന്റെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ സൂപ്പ് കൂടി കഴിച്ചിട്ട് പോവാം. അത് കഴിഞ്ഞ് നമ്മൾ മഗ്രിബ് നമസ്കരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബ്രൗൺ റൈസ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് റൈസ് വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടാവാം, എന്തെങ്കിലും ബിരിയാണി പോലെയോ അല്ലെങ്കിൽ പുലാവ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് പോലെ എന്തെങ്കിലും ഒരു കുഞ്ഞു ബൗളിൽ അരി കുറച്ച് കഴിക്കുക. ചോറ് കുറച്ച് എമൗണ്ടും പിന്നെ ചിക്കൻ കൂടുതൽ എമൗണ്ടും കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ കുഞ്ഞു എമൗണ്ടിൽ ചോറും കഴിക്കാം. പിന്നെ ചിക്കൻ കറി വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാം. ബാക്കി ഒരു 200 ഗ്രാം കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലീൻ ബീഫ് ആയാലും കുഴപ്പമില്ല.
കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ലീൻ ബീഫ് എടുക്കുക. പിന്നെ റെഡ് മീറ്റ് അത്ര നല്ലതല്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉൾപ്പെടുത്താം. ഈ ഒരു ഫ്രൈഡ് റൈസിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് റൈത്തയായിട്ട് സൈഡിൽ 2 സ്പൂൺ യോഗട്ടും കഴിക്കാം. ലോ ഫാറ്റ് യോഗട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഇനി നൈറ്റിൽ നിങ്ങൾ ബെഡിൽ പോകുന്നതിന് മുന്നേ 2 എഗ്ഗ്, ഹോൾ എഗ്ഗും 3 എഗ് വൈറ്റും കുറച്ച് കീൻവയും ചേർത്തിട്ട് കുറച്ച് വെജീസും ചേർത്ത് ഒരു ഉപ്പുമാവ് പോലെ ആക്കിയിട്ട് അത് കഴിച്ചിട്ട് പോവാം. ഇനി ഡേ 2 വെളുപ്പിന് നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഓവർനൈറ്റ് ഓട്സിനായിട്ട് 1 പിടി ഓട്സ്, പിന്നെ 1 സ്പൂൺ ചിയാ സീഡ്, കുറച്ച് ആപ്പിൾസ് അല്ലെങ്കിൽ ബനാന, ആപ്പിൾ അല്ലെങ്കിൽ ബനാന രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷൻ, അത് വെച്ചിട്ട് നമുക്ക് ഒരു നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. ശരിക്കും ചിയാ സീഡ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വിശപ്പ് ഒത്തിരി നന്നായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നോക്കാം. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ നല്ല ലോ ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക് അല്ലെങ്കിൽ ആമണ്ട് മിൽക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഓട്സിനെ നമുക്ക് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ടായിട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് പഴത്തിന്റെ ഒരു മധുരം ഉണ്ടാവും. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഹണിയും കൂടെ ചേർക്കാം. ഇനി ഇത് കൂടാതെ നമുക്ക് പ്രോട്ടീൻ ആയിട്ട് ഒരു 3 എഗ് വൈറ്റ് കൂടി കഴിക്കാം. ഈ ഓവർനൈറ്റ് ഓട്സിനകത്ത് നമുക്ക് ഈ 1 പിടി നട്ട്സ് ഇല്ലേ, അത് ചോപ്പ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കഴിക്കാം. അടുത്ത ഡേ 3 ആണ്. ഡേ 3 നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇളം ചൂടുവെള്ളത്തിൽ ജീരകം ചേർത്ത ഡീറ്റോക്സ് വാട്ടർ വെച്ചിട്ടാണ്. ഈ ഡീറ്റോക്സ് വാട്ടറിന് ശേഷം നമുക്ക് 2 ഡേറ്റ്സ് കഴിക്കാം. ഇതുപോലെ 1 ഫിസ്റ്റ് നട്ട്സ് കഴിക്കാം. ഏതെങ്കിലും നിങ്ങളുടെ ഫ്രൂട്ട് ഓഫ് ചോയ്സ് തിരഞ്ഞെടുക്കുക. ഇപ്പം മെലൺ വർഗ്ഗത്തിൽപ്പെട്ടതാണെങ്കിൽ വേറെ എന്തെങ്കിലും കാൻഡലോപ്പ് അങ്ങനെയൊക്കെ ഉള്ള ഫ്രൂട്ട്സ്, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാം. ഞാൻ പറഞ്ഞ ഈ മാങ്ങ പോലുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക, അല്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കാം. ഇനി ബെറീസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ട്രോബെറി, ബ്ലൂബെറി, ഇപ്പൊ നിങ്ങൾ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബെറീസ് വെച്ച് നോമ്പ് തുറക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ബെറീസ് കഴിക്കുന്നത് ബോഡിക്ക് വളരെ നല്ലതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പതിവ് പോലെ തന്നെ കഴിഞ്ഞ 2 ദിവസത്തെ പോലെ തന്നെ ഇന്നും നമുക്കൊരു സൂപ്പ് ഓഫ് ചോയ്സ് ഉണ്ടാക്കാം. ഏത് സൂപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് കുടിക്കുക. അത് കഴിഞ്ഞിട്ട് മഗ്രിബ് നമസ്കരിക്കാൻ പോവുക. ഇനി അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചെറുപയറിന്റെ 2 ദോശ കഴിക്കാം. 2 ചെറുപയർ ദോശ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മീൻ കറിയോ അല്ലെങ്കിൽ മീൻ എയർ ഫ്രൈ ചെയ്തതോ കഴിക്കാം. ഇപ്പോൾ അയല അല്ലെങ്കിൽ സാമൺ, മത്തി, നെത്തോലി പോലുള്ള മീൻ കഴിക്കാം. ഒത്തിരി ഹെവി ആയിട്ടുള്ള അയക്കൂറ പിന്നെ ആവോലി പോലുള്ള ഫിഷ് ഒഴിവാക്കുക. രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് നമുക്കൊരു ആപ്പിളും പിന്നെ 2 സ്പൂൺ യോഗട്ടിനകത്ത് ചിയാ സീഡ് ഇട്ടതും കഴിച്ചിട്ട് കിടക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നും ഇതുപോലെ പ്രോട്ടീൻ ഡ്രിങ്ക് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 3 എഗ് വൈറ്റും കഴിച്ചിട്ട് കിടക്കാം. ഇനി ഡേ 3 സുഹൂറിന് നമ്മൾ ഒരു സ്മൂത്തിയാണ് നോക്കുന്നത്. ഈ ഒരു സ്മൂത്തിക്കായിട്ട് നമുക്ക് റാഗി, പിന്നെ ഒരു പഴം, പിന്നെ ചിയാ സീഡ് കുതിർത്തിയത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് പ്രോട്ടീൻ ആയിട്ട് ഒരു ഹോൾ എഗ്ഗും പിന്നെ 3 എഗ് വൈറ്റും കൂടി ആഡ് ചെയ്യാം. അതും കഴിക്കാം. പിന്നെ കൂട്ടത്തിൽ കുറച്ച് എന്തെങ്കിലും ബ്രോക്കലി പോലത്തെ പച്ചക്കറികൾ എന്തെങ്കിലും പുഴുങ്ങിയതുണ്ടെങ്കിൽ അതും കൂടി കഴിക്കാം. ഒരു ബൗളിൽ കുറച്ച് അതും കൂടി കഴിച്ചിട്ട് കിടക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ 3 ദിവസത്തെ ഡയറ്റ് പ്ലാൻ. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് വൈസായിട്ട്, കാലറി വൈസായിട്ട്, പിന്നെ അതുപോലെ തന്നെ അതായത് നമ്മൾ ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ കാലറി ഡെഫിസിറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡും കൺസ്യൂം ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും ഈ ഒരു റമദാൻ കഴിയുമ്പോൾ ഒരു 10 കിലോയോളം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഉറപ്പാണ് ഇങ്ങനത്തെ ഒരു ഡയറ്റിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 കിലോ ഗെയിൻ ചെയ്യാനുള്ള വകയും നിങ്ങൾ ഇങ്ങനത്തെ ഹെൽത്തി അല്ലാത്ത ഫുഡ് കഴിക്കുവാണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ഏതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റമദാൻ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.